അജ്ഞതയാകുന്ന തമസ്സിൽ നിന്ന് അറിവിൻ്റെ ജ്യോതിസിലേക്ക് സ്നേഹത്തിൻ്റെ ഇതളുകളാൽ വീതിയൊരുക്കാൻ കളമൊരുക്കി പൊമ്പ്ര എന്ന പിന്നോക്ക ഗ്രാമത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിച്ചുകൊണ്ട് 1930 ശ്രീ രാമവാര്യർ അവറുകളുടെ മഹത്തായ പ്രവർത്തന ഫലമായി നാടിൻ്റെ സാംസ്കാരിക പ്രതീകമായി ഈ പ്രദേശം മുഴുവൻ അറിവിൻ്റെ ദീപാവലയം തീർത്ത് അന്നും ഇന്നും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആശാകേന്ദ്രമാണ് AUPS പൊമ്പ്ര. ഇടക്കാലത്ത് ഭരണസാരഥ്യം ഏറ്റെടുത്ത് കൂട്ടിലക്കടവ് നുസ്രത്തുൽ ഇസ്ലാം കോംപ്ലക്സ് കമ്മിറ്റി വളരെ ശ്ലാഘനീയമായ നേതൃത്വം ഈ വിദ്യാലയത്തിന് നൽകി വരുന്നു. ശ്രീ N. മുഹമ്മദ് ഹാജി മാനേജരായ ഈ സംഘം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി വരുന്നു. പ്രഗത്ഭരായ ഒട്ടേറെ അധ്യാപകർ ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൂർവ്വസൂരികളായ അവരെയെല്ലാം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. 1 മുതൽ 5 വരെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യാലയം 1962 6ാം ക്ലാസ് കൂടി ചേർത്ത് AUP സ്കൂൾ പൊമ്പ്ര എന്ന് നാമകരണം ചെയ്തത്. നമ്മുടെ സ്കൂൾ പാഠ്യേതര രംഗങ്ങളിൽ മികച്ച വിദ്യാലയമായി മാറാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. പ്രവേശനോത്സവം. ജൂൺ 3 പ്രവേശനോത്സവം. വളരെ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ ജനപ്രതിനിധികൾ, PTA, മാനേജ്മെന്റ് പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ, മറ്റു അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ നിറസാന്നിധ്യത്തിൽ മധുരപലഹാര വിതരണത്തോടെ പുതിയ കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് ആനയിച്ചു. അവർക്കായി വിവിധ കലാപരിപാടികൾ ഒരുക്കിയിരുന്നു. സ്കൂൾ PTA. ഈ വർഷത്തെ സ്കൂൾ PTA യോഗം ജൂലൈ 26 സ്കൂളിൽ വെച്ച് നടന്നു. മാനേജ്മെന്റ് പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങി നിറഞ്ഞ സദസ്സിൽ സ്കൂളിന്റെ പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, വിലയിരുത്തലുകൾ എന്നിവ നടന്നു. ശ്രീ ഷംസുദ്ദീൻ K പ്രസിഡന്റും മുഹമ്മദ് ഷാഫി വൈസ് പ്രസിഡന്റുമായി 15 അംഗ ജനറൽ PTA-യും മാജിദ ഫർസാന പ്രസിഡന്റും ശ്രീമതി സൂര്യ വൈസ് പ്രസിഡന്റുമായ മാതൃസമിതിയും തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്നു. തുടർന്നിങ്ങോട്ട് നാളിതുവരെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും PTA-യുടെ ആത്മാർത്ഥമായ എല്ലാ സഹായ സഹകരണങ്ങളും നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. ജൂൺ മാസത്തിൽ തന്നെ വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് പ്രവർത്തനം വഴി മികച്ച പ്രോത്സാഹനം കിട്ടാറുണ്ട്. വായന, കഥ, കവിതാരചന, നാടൻപാട്ട് എന്നിവയിലെല്ലാം കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ വിദ്യാരംഗം കലാസാഹിത്യവേദി, ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര, പരിസ്ഥിതി ക്ലബ്ബുകളുടെ മികച്ച പ്രവർത്തനം, കൂടാതെ ഭാഷാ ക്ലബ്ബുകളായ ഇംഗ്ലീഷ് ക്ലബ്ബ്, ആലിഫ് അറബി ക്ലബ്ബ്, ചമൻ ഉറുദു ക്ലബ്ബ്, സംസ്കൃത ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ് തുടങ്ങി കുട്ടികളുടെ ഭാഷാപരമായ പുരോഗതിക്കായി നിരന്തരം പ്രവർത്തിക്കുന്നു. ഈ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്വിസ് മത്സരങ്ങൾ, ടാലന്റ് ടെസ്റ്റ് മത്സരങ്ങൾ എന്നിവയിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഫലമായി ഉപജില്ലാതല അലിഫ് ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. രാമായണ പ്രശ്നോത്തരിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാനും സംസ്കൃതോത്സവത്തിൽ പങ്കെടുത്ത 16 ഇനങ്ങളിലും A ഗ്രേഡ് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഭാഗമായി നടന്ന സർഗോത്സവത്തിൽ ജില്ലാതലത്തിൽ കവിത, ചിത്രരചന, പുസ്തകാസ്വാദനം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. സുഗമ ഹിന്ദി പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാനും അലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് ക്വിസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു. കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വിദ്യാരംഗത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നല്ലൊരു ലൈബ്രറി നമുക്കുണ്ട്. മികച്ച വായനക്കാരെ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇതിന്റെ ഭാഗമായി രചനാ ശില്പശാലകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളുടെ അവതരണം, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തൽ, പുസ്തക പരിചയം എന്നിവ നടന്നു. ഉച്ചഭക്ഷണം. ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ആഹാരമാണ്. ഈ തത്വം അടിസ്ഥാനപ്പെടുത്തി സാമ്പാർ, മോരുകറി, മസാലക്കറി, വിവിധ തരം തോരൻ, മെഴുക്കുപുരട്ടി തുടങ്ങി വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകുന്നതിൽ വിദ്യാലയം വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പായസം, ബിരിയാണി തുടങ്ങിയവയും നൽകാറുണ്ട്. മുട്ട, പാൽ എന്നിവയും കൃത്യമായി നൽകി വരുന്നു. ഉച്ചഭക്ഷണം കാര്യക്ഷമമാക്കുന്നതിൽ 2 പാചകക്കാർ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, പുതുവർഷ ആഘോഷങ്ങൾ. ആഘോഷങ്ങളും ഉത്സവങ്ങളും കുട്ടികൾക്ക് മാനസികമായ ആനന്ദം നൽകുന്നതിന് പുറമെ പഠനത്തിന്റെ പിരിമുറുക്കം കുറയ്ക്കാനും സാധിക്കുന്നതിനാണ്. നമ്മുടെ വിദ്യാലയം ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, പുതുവത്സരം ആഘോഷങ്ങൾ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പൂക്കള മത്സരം, വടംവലി മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരകളി തുടങ്ങിയ വൈവിധ്യമാർന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷം ഒരുമയോടെ സമാഹരിച്ച വിഭവങ്ങളുമായി ഓണസദ്യ ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് മെഹന്തി മത്സരം, മാപ്പിളപ്പാട്ട് മത്സരം എന്നിവയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആവേശത്തോടെ പങ്കെടുത്തു. അതിനുശേഷം സ്വാദിഷ്ടമായ ബിരിയാണിയും കൂടി ആയപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ കെങ്കേമമായി. ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാനത്തിന്റെ കബഡിയോടെ വന്ന ക്രിസ്മസ് പാപ്പ കുട്ടികളിൽ കൗതുകമുണർത്തി. നവവത്സരം കേക്ക് മുറിച്ചും മധുരം നുകർന്നുമാണ് ആഘോഷിച്ചത്. കലാപഠനം. പൊതുവിഷയങ്ങളോടൊപ്പം സംഗീതം, നൃത്തം, ചിത്രരചന, ശില്പരചന, നാടകം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കലകളെ പരിപോഷിപ്പിക്കാൻ അവസരമുണ്ട്. ഓരോ കുട്ടിയുടെയും സർഗാത്മക കഴിവുകൾ കണ്ടെത്തി ആവശ്യമായ പരിശീലനം ചെറിയ ക്ലാസുകളിൽ നിന്നു തന്നെ നൽകി വരുന്നു. സ്മാർട്ട് ക്ലാസ് റൂം. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പഠനം ആയാസരഹിതവും ആഹ്ലാദകരവുമാക്കാൻ കമ്പ്യൂട്ടർ പഠനത്തിലൂടെ കഴിയും. പഠന പ്രവർത്തനങ്ങൾ ലളിതവും ആസ്വാദ്യകരവുമാക്കുന്നതിന് ഓരോ വിഷയങ്ങളെയും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ കുട്ടിയുടെയും സർഗശേഷിയും ബുദ്ധിവികാസത്തെയും മികവുറ്റതാക്കാൻ ICT സംവിധാനത്തിലൂടെയുള്ള പഠനം സാധ്യമാക്കുന്നുണ്ട്. സ്കൂൾ കായികമേള. ഈ വർഷത്തെ സ്കൂൾ കായികമേള സെപ്റ്റംബർ 2 നടന്നു. LP മിനി, LP കിഡീസ്, കിഡീസ്, UP കിഡീസ്, സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിലായി കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും അതിന്റെ ഫലമായി ഉപജില്ലാ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ മികച്ച മുന്നേറ്റം കൈവരിക്കുകയും ചെയ്തു. ഉപജില്ലയിലെ സബ് ജൂനിയർ വിഭാഗത്തിൽ വേഗമേറിയ ഓട്ടക്കാരിലെ 3 പേരിൽ ഒരാളാവാൻ നമ്മുടെ വിദ്യാലയത്തിലെ ഷാമിൽ കെ എന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട
വേണ്ട പോലെ വാൽമടക്കണം, ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോര് കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് ഇതൊക്കെയാണ് രാവിലെയുള്ള പോളിംഗ് ബൂത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. വോട്ട് രേഖപ്പെടുന്ന ആരംഭിച്ചു. പോളിംഗ് വളരെ കനത്ത രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിക്ക ബൂത്തുകളിലും കനത്ത ക്യൂ തന്നെ അനുഭവപ്പെടുന്നു. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ആവേശം വീറ് എന്തായാലും വോട്ടെടുപ്പ് ദിവസം പ്രകടമാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾ വോട്ടർമാരുടെ നീണ്ട നിര, 1-2 ബൂത്തുകളിലുള്ള ഈ ബൂത്തുകളിലും ഏറെയും കുറഞ്ഞും ചെറുതല്ലാത്ത വോട്ടർമാരുടെ നിര ഇപ്പോൾ പ്രകടമാകും. ചെറിയ പോളിംഗ് ശതമാനമേ അല്ല മണ്ഡലത്തിൽ. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനായി 14/8/2024 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. ഒരു ജനറൽ ഇലക്ഷന്റെ എല്ലാവിധ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയാണ് കുട്ടികൾ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. തുടർന്ന് ചട്ടപ്രകാരമുള്ള ഔദ്യോഗിക ഫലപ്രഖ്യാപനവും നടത്തി. 7B ക്ലാസ്സിലെ തൃഷ്ണ ഇയെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാനാധ്യാപികയുടെ സാന്നിധ്യത്തിൽ സത്യവാചകം ചൊല്ലി സ്കൂൾ ലീഡറായി അധികാരമേറ്റു. വിദ്യാർത്ഥി മിത്ര കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സർവീസ് സഹകരണ ബാങ്കുമായി ചേർന്ന് ആഴ്ചതോറും ചെറിയ സംഖ്യകൾ ശേഖരിക്കുകയും സമ്പാദ്യശീലം വളർത്തുവാനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. നാസ് പരീക്ഷ കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്താനും പിന്നോക്കക്കാരെ കണ്ടെത്തി പ്രശ്ന പരിഹാര ബോധനം നടത്താനുമുള്ള നാഷണൽ അച്ചീവ്മെന്റ് സർവേ നാസ് നമ്മുടെ സ്കൂളും ഭാഗമായി പ്രത്യേക പരിശീലനം നൽകി പല ഘട്ടങ്ങളിലായി നിരവധി പരീക്ഷകൾ നടത്താനും നിരവധി ചോദ്യങ്ങൾ കുട്ടികൾക്ക് നൽകാനും കഴിഞ്ഞു. OMR മാതൃകയിലുള്ള പരീക്ഷകൾ കുട്ടികൾക്ക് ഭാവിയിൽ ഉയർന്ന തലങ്ങളിലുള്ള പരീക്ഷകൾ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. സ്കൂൾ അസംബ്ലി എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അസംബ്ലി ചേരാറുണ്ട്. കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ അസംബ്ലിയിൽ പങ്കെടുക്കുന്നു. ഓരോ അസംബ്ലികളും കുട്ടികൾക്ക് നല്ല പഠനാനുഭവങ്ങൾ നൽകുന്നു. അസംബ്ലിയിൽ പതിപ്പുകൾ, മാഗസിനുകൾ എന്നിവ പ്രകാശനം ചെയ്യാറുണ്ട്. വിവിധ ഭാഷകളിലായി പ്രത്യേക ദിവസങ്ങളിൽ അസംബ്ലികൾ നടത്തിവരുന്നു. മേളയിലും മറ്റു പരിപാടികളിലും വിജയികളായവരെ അനുമോദിക്കാനും അസംബ്ലിയിൽ സമയം കണ്ടെത്താറുണ്ട്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ജനുവരി 26 റിപ്പബ്ലിക് ദിനം തുടങ്ങി ദേശീയ പ്രാധാന്യ ദിനങ്ങൾ വിവിധ പരിപാടികളോടെ വിദ്യാലയത്തിൽ ആഘോഷിച്ചു വരുന്നു. സ്കൂൾ യാത്രാ സൗകര്യം സ്കൂൾ പരിസരത്തു നിന്നും അല്ലാതെയും കുറേയധികം കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിനാൽ വാഹന സൗകര്യം അത്യാവശ്യമാണ്. വളരെ കാര്യക്ഷമമായും സൂക്ഷ്മമായും എല്ലാ ഇടങ്ങളിലേക്കും വാഹന സൗകര്യം ഒരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. സമയക്ലിപ്തത പാലിച്ച് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു. പഠനയാത്ര ചുറ്റുപാടുകളെയും ലോകത്തെ തന്നെയും വേറിട്ട കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുക എന്ന തിരിച്ചറിവോടെ വിനോദയാത്ര സംഘടിപ്പിച്ചു. ഇത്തവണത്തെ യാത്ര വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്കിലേക്കായിരുന്നു. പുഴകളും തോടുകളും കുട്ടികൾക്ക് അന്യമാകുന്ന ഇക്കാലത്ത് വാട്ടർ തീം പാർക്കുകൾ അവർക്ക് സ്വപ്ന തുല്യമാണ്. ഡിസംബർ 20 2 ബസ്സുകളിലായി കുട്ടികളും അധ്യാപകരും യാത്ര പുറപ്പെട്ടു. അവിടുത്തെ വിവിധ കളി സങ്കേതങ്ങളിലൂടെ കുട്ടികൾ ആവേശത്തോടെ ഉല്ലസിച്ചു. മറക്കാനാകാത്ത ഒട്ടേറെ അനുഭവങ്ങൾ ബാക്കിവെച്ച് രാത്രി 10 മണിയോടെ സുരക്ഷിതരായി എല്ലാവരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി. ഫുട്ബോൾ പരിശീലനം കുട്ടികൾക്ക് മാനസിക ആരോഗ്യത്തിനു പുറമെ ശാരീരികമായ ആരോഗ്യം കൂടി അത്യന്താപേക്ഷിതമാണ്. കുട്ടികളുടെ കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾ എപ്പോഴും അതീവ ശ്രദ്ധ നൽകുന്നു. ഒഴിവു ദിവസങ്ങളിൽ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകി വരുന്നു.
PTA പ്രസിഡന്റ് ശ്രീ M. ഷംസുദ്ദീൻ, കൂടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ജ്യോതിഷ് എന്നിവർ കുട്ടികളെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കുന്നു. 22/1/2025 എലമ്പുലാശ്ശേരിയിൽ വെച്ച് നടന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ LP UP വിഭാഗം സ്കൂൾ ചാമ്പ്യന്മാർ നമ്മളായിരുന്നു എന്ന് അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ശ്രീ ഷംസുദ്ദീൻ, ശ്രീ ജ്യോതിഷ് എന്നിവർക്ക് സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പ്രീ പ്രൈമറി കൊച്ചുകുട്ടികളെ പഠനത്തിലേക്ക് വഴി തെളിയിക്കാൻ ഉത്സാഹവും ജിജ്ഞാസയും നിറഞ്ഞ പാഠ്യപദ്ധതിയിലൂടെ പ്രീ പ്രൈമറി പഠനം വളരെ മികവോടെ നടന്നുവരുന്നു. ഈ കുരുന്നുകൾക്ക് വളരെ രസകരവും എന്നാൽ പഠന മികവ് പുലർത്തുന്നതുമായ അന്തരീക്ഷമൊരുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കലോത്സവം, കായികോത്സവം, ശിശുദിനം, മറ്റു വിശേഷ ദിവസങ്ങൾ എന്നിവ ആഘോഷിക്കാറുണ്ട്. പഠന മികവുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയും അതിൽ മികച്ച വിജയവും കൈവരിക്കാറുണ്ട്. LSS, USS, അബാക്കസ് പരിശീലനം. പഠന മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രത്യേക സമയം കണ്ടെത്തി വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുള്ള പരിശീലനം നൽകി വരുന്നു. അധിക സമയവും ശനിയാഴ്ചകളും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു. ഇതിന്റെ ഫലമായി 2023-24 വർഷത്തിൽ 5 LSSഉം 1 USSഉം നേടാൻ കഴിഞ്ഞു. നാഷണൽ ലെവൽ അബാക്കസ് പരീക്ഷയിൽ 8 പേർ ഉന്നത വിജയം നേടി സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും സംഘടനകളും വായനശാലയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പ്, BRC, വിവിധ സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ സ്കൂളിന്റെ പുരോഗതിക്ക് എല്ലായ്പ്പോഴും സജീവ പങ്കാളിത്തം വഹിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത്, പൊതുജന വായനശാല, ലയൺസ് ക്ലബ്ബ്, സ്നേഹപൂർവം എന്ന പേരിൽ SKSSF കാരക്കാട് എന്നിവർ കുട്ടികളുടെ വായന വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ ദിനപത്രങ്ങൾ, ബാലമാസികകൾ എന്നിവ സ്കൂളിലേക്ക് വിതരണം ചെയ്തു വരുന്നു. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കലോത്സവം 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ തല കലോത്സവം 3/10/2024 സ്റ്റേജിതര മത്സരങ്ങളും സ്റ്റേജ് മത്സരങ്ങളും 4 വേദികളിലായി അതിവിപുലമായി നടന്നു. മികവ് തെളിയിച്ച കുട്ടികളെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകുകയും അതിന്റെ ഫലമായി കുണ്ടൂർക്കുന്ന് വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം അഗ്രിഗേറ്റ് 1ാം സ്ഥാനം, LP അറബിക് അഗ്രിഗേറ്റ് 2ാം സ്ഥാനം, UP അറബിക് അഗ്രിഗേറ്റ് 2ാം സ്ഥാനം, UP ജനറൽ അഗ്രിഗേറ്റ് 4ാം സ്ഥാനം, സംസ്കൃതോത്സവം മുഴുവൻ ഇനങ്ങൾക്കും A ഗ്രേഡ് തുടങ്ങി ഉന്നത വിജയം നേടി സബ് ജില്ലയിലെ മികച്ച സ്കൂളായി നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. അഭ്യർത്ഥിക്കുകയാണ്. AUPS തൊമ്പ്ര, AUPS ശ്രീകൃഷ്ണപുരത്തിന്റെ പ്രതിനിധികൾ വേദിക്ക് മുന്നിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കഥ, കവിതാ രചനകളിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി അൽഹസീനും
മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി മുഹമ്മദ് ജവാദ് KPയും പ്രസംഗ മത്സരത്തിൽ അന്ന റോണി എ ഗ്രേഡോടെ 1ാം സ്ഥാനവും നേടുകയും ചെയ്തു. ജില്ലാ മത്സരത്തിൽ അൽ ഹസീൻ, മുഹമ്മദ് ജവാദ് KP എന്നിവർ എ ഗ്രേഡ് നേടുകയും അന്ന റോണി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുകയും സ്കൂൾ തലമേളകൾ ജൂൺ ആദ്യവാരം തന്നെ നടക്കുകയും ചെയ്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സബ് ജില്ലാ തല മത്സരങ്ങൾക്കായി പ്രത്യേക പരിശീലനം നൽകുകയും അതിന്റെ ഫലമായി കടമ്പഴിപ്പുറം സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ മേളകളിൽ UP ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കാനും പ്രവൃത്തി പരിചയമേളയിൽ ചിത്രത്തുന്നൽ, കളിമൺ രൂപങ്ങൾ, പനയോല നിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, ഈറൻമുള ഉൽപ്പന്നങ്ങൾ, ത്രെഡ് പാറ്റേൺ, മെറ്റൽ എൻഗ്രേവിംഗ് തുടങ്ങി മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡോടെ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞു. അതിൽ കിടന്ന ചോരമെല്ലാം മുകളിലേക്ക് പൊങ്ങി. ഇതിന് കാരണം ആദ്യം ഇതിലിട്ട ബേക്കിംഗ് സോഡ ഒരു കാർബണേറ്റാണ്. പിന്നീട് ഇതിലേക്ക് ഒഴിച്ച വിനീഗർ ഒരു അസിറ്റിക് ആസിഡാണ്. ആസിഡും കാർബണേറ്റും കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിനാലാണ് ഗൈഡ്സ്. സന്നദ്ധ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന് ആരംഭം കുറിച്ചു. കുട്ടികളിൽ ആത്മവിശ്വാസം, സേവന മനോഭാവം, നേതൃഗുണം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രാരംഭഘട്ടത്തിൽ 18 ഗൈഡുകളെ ഉൾപ്പെടുത്തി യൂണിറ്റ് രൂപീകരിച്ചു. ഗൈഡ് ക്യാപ്റ്റന്മാരായ ബീന ടീച്ചർ, സൗമ്യ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ 3 പതിറ്റാണ്ടുകളായി ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ തേജസ്സും ഓജസ്സുമായി തന്റെ യൗവനങ്ങൾ സമർപ്പിച്ച് ഈ നാടിന് വെളിച്ചമേകിയ പ്രിയപ്പെട്ട ശ്രീമതി MV രാധിക ടീച്ചർ, ശ്രീമതി M രാധ ടീച്ചർ, ശ്രീമതി TV ശ്രീലത ടീച്ചർ എന്നിവർ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഈ വർഷം വിദ്യാലയ തിരുമുറ്റത്ത് നിന്നും പടിയിറങ്ങുന്നു. 1992 ജൂൺ 25 തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീമതി MV രാധിക ടീച്ചർ നാളിതുവരെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം തന്റെ കഴിവും പ്രാപ്തിയും മുഴുവൻ സമയവും ഈ വിദ്യാലയത്തിന് വേണ്ടി വിനിയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എന്നിവ പകർന്നു നൽകുകയും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠതയോടെയും ആത്മാർത്ഥമായും ഭംഗിയാക്കാൻ ശ്രദ്ധിച്ചു. 1993 സെപ്റ്റംബർ 13 ശ്രീമതി M രാധ ടീച്ചർ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കുരുന്നുകളെ അക്ഷരങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പ്രിയപ്പെട്ട അധ്യാപിക. കടങ്കഥകളും പഴഞ്ചൊല്ലുകളും
കവിതകളും സൃഷ്ടിച്ച ഒരു മാരിവിൽ പ്രപഞ്ചമായിരുന്നു ടീച്ചറുടെ ക്ലാസ് എന്നതിന് കാലവും വിദ്യാർത്ഥികളും സാക്ഷിയാണ്. മികച്ച പുസ്തകാസ്വാദകയായ ടീച്ചറുടെ ഭാഷാ ക്ലാസുകളുടെ അവതരണം കുഞ്ഞു മനസ്സുകളിൽ വാഗ്മയ ചിത്രമായി വിളങ്ങി നിൽക്കും. 1995 ഡിസംബർ 18 പ്രിയങ്കരിയായ TV ശ്രീലത ടീച്ചർ ഈ സ്കൂളിലെ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ബിരുദധാരിയാണെങ്കിലും കളികളും പാട്ടുകളും കഥകളും ഗണിതക്രിയകളുമായി ടീച്ചർ കുഞ്ഞു മനസ്സുകളെ ചേർത്തു പിടിക്കാൻ ആഗ്രഹിച്ചു. കുട്ടികൾക്കു വേണ്ടി അവരുടേതായ ഒരു ലോകം തന്നെ ടീച്ചർ സൃഷ്ടിച്ചു. പ്രവൃത്തി പരിചയമേളക്കു വേണ്ടി കരകൗശല വിദ്യകൾ ചിട്ടയായി പരിശീലിപ്പിക്കുന്നതിൽ തൻ്റെതായ കയ്യൊപ്പു പതിപ്പിച്ച വ്യക്തിയും കൂടിയാണ് ശ്രീമതി ശ്രീലത ടീച്ചർ. 3 പേരുടെയും പടിയിറക്കം നികത്താനാവാത്ത വിടവാണെങ്കിലും വെളിപ്പാടകലയുണ്ട് എന്നുള്ളത് വിരമിക്കലിന്റെ വേദന കുറയ്ക്കുന്നു. നിറപുഞ്ചിരിയും തളരിത സ്നേഹവും സമ്മാനിച്ച് പറയാനൊത്തിരി ബാക്കി വെച്ച് നിർബന്ധിത പിരിയലിന് തയ്യാറായി നിൽക്കുന്ന 3 പേരുടെയും ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. 2024-25 അധ്യയന വർഷത്തെ ഏതാനും ചില പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകൾ മാത്രമാണ് സമയപരിമിതിക്കുള്ളിൽ വേദിക്കു മുന്നിൽ സമർപ്പിച്ചത്. വീഴ്ചകളും കുറവുകളും സദയം ക്ഷമിക്കുമെന്ന പ്രത്യാശയോടെ ഈ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരുന്ന മാനേജ്മെന്റ്, PTA, MPTA, ജനപ്രതിനിധികൾ, മറ്റു സർക്കാർ വകുപ്പുകൾ, AEO, BRC, പഞ്ചായത്ത്, രക്ഷിതാക്കൾ, പൂർവാധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, വായനശാല, വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ, വിവിധ എൻഡോമെന്റ് ഏർപ്പെടുത്തിയവർ, മറ്റു അഭ്യുദയകാംക്ഷികൾ തുടങ്ങി സ്കൂളിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സദസ്സിനു സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.